Hi all, Anu again. This is the first lecture of Class 10 Chemistry chapter, Carbon and its Compounds. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയായിരിക്കും 120 എലമെൻറ്റ്സ് ഉള്ളതിൽ വെറും ഒരു നോൺ മെറ്റൽ അല്ലെങ്കിൽ വെറും ഒരു എലമെൻ്റ് ആയിട്ടുള്ള കാർബണിനെ കുറിച്ച് തന്നെ നമുക്കൊരു ഹോൾ ചാപ്റ്റർ പഠിക്കാനുണ്ടോന്ന് അല്ലേ? അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് ഈ ലെക്ചറിൽ പഠിക്കാൻ പോകുന്നത് കോവാലന്റ് ബോണ്ട്സും അതുപോലെ കോവാലന്റ് കോമ്പൗണ്ട്സും കൂടെയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ മേജർ ടോപ്പിക്സിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ഒരു ചെറിയ റിവിഷൻ, നമ്മൾ ക്ലാസ് 9 പഠിച്ച കുറച്ച് ടേംസ് അതൊന്ന് റിവൈസ് ചെയ്യാനായിട്ടുണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റായിട്ട് ഒന്ന് ഓർത്തെടുക്കാൻ പോകുന്ന ടേം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആറ്റോമിക് നമ്പർ. എന്തായിരുന്നു ആറ്റോമിക് നമ്പർ? ഈ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ പീരിയോഡിക് ടേബിളിൽ അതിൻ്റെ പ്ലേസ് അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം ഡിറ്റർമൈൻ ചെയ്യുന്ന നമ്പറായിരുന്നു ആറ്റോമിക് നമ്പർ. ഇതിന് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിലോ ഒരു എലമെൻറ്റിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ കുറിക്കുന്ന ആ ഒരു നമ്പറായിരുന്നു ആറ്റോമിക് നമ്പർ. അപ്പോൾ ആറ്റോമിക് നമ്പർ എന്താണെന്ന് ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശരിക്കും? അതിനൊരു ന്യൂക്ലിയസ് ഉണ്ടാവും ആൻഡ് അഗെയിൻ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കുറച്ച് പാർട്ടിക്കിൾസ്, അതായത് നെഗറ്റീവ് ചാർജുള്ള കുറച്ച് കണങ്ങൾ, അതിനെ നമ്മൾ ഇലക്ട്രോൺസ് എന്ന് പറയുമായിരുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് ഇലക്ട്രോൺസ് ഇങ്ങനെ നമ്മളെ സണ്ണിൻ്റെ ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത് പോലെ നമ്മളുടെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങുന്നുണ്ടെന്ന്. അതായത് ആ ഇലക്ട്രോൺസിന് നടക്കാനായിട്ട് കറക്റ്റ് പെർട്ടിക്കുലർ ആയിട്ടുള്ള പാത്ത് വേ ഉണ്ട്, അതിനെ നമ്മൾ ഓർബിറ്റ് എന്ന് പറയും എന്നൊക്കെയാണ് നമ്മൾ പറയാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പറയും ന്യൂക്ലിയസിനകത്ത് 2 തരം കണങ്ങളുണ്ട്, അതായത് 2 തരം പാർട്ടിക്കിൾസ് ഉണ്ട്. ഒന്ന് പ്രോട്ടോൺസും ദെൻ അടുത്തത് ന്യൂട്രോൺസ്. പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്, ന്യൂട്രോൺസിന് ചാർജ് ഒന്നും ഇല്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ ഓർത്തെടുക്കാൻ പോകുന്ന അടുത്ത ടേമാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ന്യൂക്ലിയസിന് ചുറ്റും ആറ്റത്തിലെ ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതിലെ? ഓരോ പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഇലക്ട്രോൺസിനും അതിന് നടക്കാനായിട്ട് കൃത്യമായിട്ടുള്ള പ്രീ ഡിറ്റർമൈൻഡ് പാത്തുണ്ട്. അങ്ങനെ ഈ ഇലക്ട്രോൺസ് ഭ്രമണം ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന ആ ഒരു പാത്തിനെയാണ് നമ്മൾ ഷെൽ എന്ന് വിളിക്കുക. അതായത് ന്യൂക്ലിയസിനോട് തൊട്ട് ചേർന്നിരിക്കുന്ന ഷെല്ല് കെ ഷെല്ല്, അതിനപ്പുറത്തേക്ക് കെ എൽ എം എൻ, അങ്ങനെ നമ്പർ ഓഫ് ഷെൽസ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കെ ഷെല്ലിന് മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 ആണ്. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടാവും മാക്സിമം. ദെൻ അതിന് തൊട്ടപ്പുറത്ത് എല്ലിനാണെങ്കിലോ എൽ ഷെല്ലിൽ മാക്സിമം 8 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ദെൻ അതുപോലെ തന്നെ എം ഷെല്ലിന് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴും 8 നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് മാക്സിമം ആ ഷെൽസിനൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ അതിൻ്റെ ആറ്റത്തിൽ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് വെച്ചിട്ടാണ് ഉള്ളത് എന്നുള്ളതിനെയാണ് ശരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയാം. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഷെൽ, അതിനാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയാം. അപ്പോൾ അത് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ടേം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വാലൻസി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്നർ മോസ്റ്റ് ഷെല്ലുണ്ട്, അതിന് തൊട്ടപ്പുറത്ത് അടുത്ത ഷെല്ല്, അതിൻ്റെ മുകളിൽ അടുത്ത ഷെല്ല്. അതിൽ അങ്ങനെ നോക്കുമ്പം ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് വിളിക്കും. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിനെയാണ് ആ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ വാലൻസി എന്ന് പറയാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മളുടെ താരം. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന കാർബൺ. അപ്പോൾ കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്. അപ്പോൾ അതിനകത്ത് 6 ഇലക്ട്രോൺസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും? അപ്പോൾ ഫസ്റ്റ് ഷെല്ല് കെ ഷെല്ലിന് മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 ആണ്. അപ്പോൾ ഓബിയസ്ലി കെ ഷെല്ല് ഫില്ലായി 2. അപ്പോൾ ടോട്ടൽ 6 ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് 4 പേരാണ് അല്ലേ? അപ്പോൾ എൽ ഷെല്ലിൽ ബാക്കി 4 പേര്. അപ്പോൾ 2,4 അതാണ് നമ്മളുടെ കാർബൺ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അങ്ങനെയാണെങ്കിൽ
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നമ്മുടെ കാർബൺ ആറ്റത്തിൻ്റെ വാലൻസി എത്രയാണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഏതാണ്? ഈ കാർബൺ ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൽ അല്ലേ. എൽ ഷെല്ലിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്? 4. അപ്പോൾ കാർബണിൻ്റെ വാലൻസി എന്ന് പറയുന്നത് എത്രയാണ്? 4. ഈ കാർബൺ ഉപയോഗിച്ച് ഫോംഡ് ആയിട്ടുള്ള എല്ലാ കോമ്പൗണ്ട്സിനെയും നമ്മൾ പറയും കാർബൺ കോമ്പൗണ്ട്സ് എന്ന്. ദെൻ അതുപോലെ തന്നെ കാർബൺ കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് അറിയാം അല്ലേ. കാർബൺ ഡയോക്സൈഡ്, മീഥേന്, നമ്മുടെ ഗ്ലൂക്കോസ്, ഇതൊക്കെ കാർബൺ കോമ്പൗണ്ട്സിന് എക്സാമ്പിളാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു എലമെൻറ്റിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റാവുന്ന ഇലക്ട്രോൺസിന് മൊത്തം ഉണ്ടെങ്കിൽ, അതായത് ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഫിൽഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ആ ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ആറ്റം നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനിൽ എത്തിയെന്ന്, അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷനിൽ എത്തിയെന്ന് പറയും. ഇപ്പോൾ നമുക്കറിയാം നോബിൾ ഗ്യാസ് എന്നൊക്കെ പറയാം. എക്സാമ്പിൾ ഫസ്റ്റ് ഓഫ് ഓൾ നിയോൺ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആറ്റമിക് നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 2,8. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി ഹെൽഡ് ബൈ ദാറ്റ് പെർട്ടിക്കുലർ ഷെൽ. അപ്പം അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റമിക് നമ്പർ 2 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 2. അപ്പോൾ ആ 2ൽ അതെന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഫസ്റ്റ് ഷെല്ല് കെ ഷെല്ലിൽ മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് 2 ഇലക്ട്രോൺസ് ആയിരുന്നു. അപ്പോൾ ആ കെ ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെന്ന് പറയും. അപ്പോൾ അതുപോലെ ഏതൊരു പെർട്ടിക്കുലർ എലമെൻറ്റിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഫിൽഡ് ആണെങ്കിൽ നമ്മൾ പറയും അവർ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്തെന്ന്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പെക്യുലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു എലമെൻറ്റ് കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആകുന്നത് അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഈ പറയുന്ന നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമുക്കറിയാം കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2,4 ആണ്. അപ്പോൾ ഈ കാർബണിന് ഒരു ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഒരു നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഒന്നെങ്കിൽ അതിനെ 2,8 ആക്കാം, അല്ലെങ്കിൽ 2 ആക്കാം. അതായത് ഒന്നെങ്കിൽ അത് 4 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യണം, അല്ലെങ്കിൽ 4 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യണം. അപ്പോൾ ഈ ഒരേ ഒരു വഴി കൂടെ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാർബണിന് ഈ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ് 9 പഠിച്ച വേറൊരു പോയിൻ്റാണ് ഓരോ എലമെൻസിനും വേറെ എലമെൻസുമായിട്ട് കമ്പൈൻ ചെയ്ത് പുതിയ കോമ്പൗണ്ട്സ് ഉണ്ടാകാനായിട്ടുള്ള ഒരു കമ്പാനിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കാർബണിന് നഷ്ടപ്പെടുത്താനാണെങ്കിലും സ്വീകരിക്കാനാണെങ്കിലും ഉള്ളത് 4 ഇലക്ട്രോൺസ് ആണ്. 4 എണ്ണത്തിനെയും കൂടെ വാങ്ങിച്ചാൽ അത് 8 ആവും, അല്ലെങ്കിൽ 4 എണ്ണത്തിനെയും കൂടെ കളഞ്ഞാൽ അത് 0 ആവും. അപ്പോൾ ആ ഒരു രീതിയിലാണ് അവർക്ക് സ്റ്റേബിൾ ആകാൻ പറ്റുക. അപ്പോൾ നമ്മൾ ആ ഒരു കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് കേസ് എന്താ? കാർബൺ ആറ്റത്തിന് 4 ഇലക്ട്രോൺസിനെയും കൂടെ അക്സെപ്റ്റ് ചെയ്തിട്ട് C4- ആനിയോൺ ആവാൻ പറ്റും. പക്ഷെ അവിടെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ന്യൂക്ലിയസിൽ ആകെ 6 പ്രോട്ടോൺസേ ഉള്ളൂ. ആ 6 പോസിറ്റീവ് ചാർജ് വെച്ചിട്ട് ഒരു എക്സ്ട്രാ 4 നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിനെയും കൂടെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി കാർബൺ ആറ്റത്തിന് ഇല്ല. അപ്പോൾ അടുത്ത കേസ് എന്താണ്? അടുത്ത കേസ് എന്ന് പറയുന്നത് ഈ കാർബൺ ആറ്റത്തിൽ നിന്ന് 4 ഇലക്ട്രോൺസിനെ കളഞ്ഞിട്ട് ഇതിന് C4+ കാറ്റയോൺ ആവാൻ പറ്റും. അപ്പോൾ അവിടെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 പ്രോട്ടോൺസ് ഉള്ള അത്രയും ഒന്നാമത്തെ നമ്മളുടെ കാർബൺ ആറ്റത്തിന് വലിപ്പം കുറവാണ്. അപ്പം ഈ ന്യൂക്ലിയസിനോട് അടുത്ത് നിൽക്കുന്ന ഈ ന്യൂക്ലിയസിലുള്ള 6 പ്രോട്ടോൺസ് അതിനോട് അടുത്ത് നിൽക്കുന്ന 6 ഇലക്ട്രോൺസ് അങ്ങനെയാണല്ലോ നമ്മുടെ കാർബൺ ആറ്റത്തിനുള്ളത്. അപ്പോൾ അതിനകത്ത് നിന്ന് 4 ഇലക്ട്രോൺസിനെ ജസ്റ്റ് ലൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് എനർജി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് ഒരു ഹൈ എമൗണ്ട് ഓഫ് എനർജി ആവശ്യമുള്ളതുകൊണ്ട് ശരിക്കും അത്രയും എനർജി കൺസ്യൂം ചെയ്തിട്ട് നമുക്ക് ഈ 4 ഇലക്ട്രോൺസിനെ കാർബൺ ആറ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ലൂസ് ചെയ്യുക എന്ന് പറയുന്നതും ഫീസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ എങ്ങനെയായിരിക്കും കാർബൺ ആറ്റം ഈ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യുക? അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇൻസ്റ്റെഡ് ഓഫ് ഗെയിനിങ് ഓർ ലൂസിങ് ഈ പറയുന്ന ആറ്റംസ് തമ്മിൽ അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും. അപ്പോൾ ഈ ഷെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഈ 2 ആറ്റത്തിലെയും
ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ബിലോങ് ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് ആറ്റംസും ഈ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഷെയറിങ് രീതിയിലായതുകൊണ്ട് ഈ പറയുന്ന ഒരു നമുക്ക് ആനിയോൺ ആയിട്ടും കാറ്റയോൺ ആയിട്ടും ഒന്നും ആവുന്നില്ല. ഇവർ ശരിക്കും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിനെ ഇങ്ങനെ ഷെയർ ചെയ്ത് വെച്ചേക്കാം. അപ്പം ഇങ്ങനെ ഷെയർ ചെയ്ത് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യുന്ന തരത്തിന് ബോണ്ടിനെയാണ് നമ്മൾ കോവാലന്റ് ബോണ്ട്സ് എന്ന് വിളിക്കുക. അപ്പം ഇതുപോലെ കോവാലന്റ് ബോണ്ട്സ് ഉപയോഗിച്ചിട്ട് എലമെൻറ്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്ത് പുതിയ കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നതിനെ നമ്മൾ കോവാലന്റ് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കും. അപ്പം മെയിൻലി കാർബൺ യൂഷ്വലി ഫോം ചെയ്യുന്ന തരം ബോണ്ട്സ് എന്ന് പറയുന്നതും ഇതുപോലെ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് എന്ന് പറയുന്നതും എന്താണ്? കോവാലന്റ് ബോണ്ട്സ് ആണ്. ഇങ്ങനെ ഉണ്ടാകുന്ന കോവാലന്റ് ബോണ്ട്സിന് നമുക്ക് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മോളിക്യൂൾസിൽ നിന്ന് എക്സാമ്പിൾ നോക്കാം. അതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിളാണ് ഹൈഡ്രജൻ. നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 1. അതുപോലെ തന്നെ അതിൻ്റെ വാലൻസി എത്രയാണ്? അതും 1. അപ്പോൾ ശരിക്കും ഹൈഡ്രജൻ ആറ്റംസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈഡ്രജൻ ആറ്റം വേറൊരു ഹൈഡ്രജൻ ആറ്റമായിട്ട്. അപ്പം ഇതിൻ്റെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, രണ്ടാമത്തെ ഹൈഡ്രജൻ ആറ്റത്തിനും ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോൺസ് ഈ ഓരോ ഇലക്ട്രോൺസിനെ അതായത് ഈ ഓരോ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇവർ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റംസും നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം അതൊരു മോളിക്യൂൾ ആവും, H2 മോളിക്യൂൾസ്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ നമുക്കൊന്നെങ്കിൽ ഡോട്ട്സ് വെച്ചിട്ടോ ക്രോസ് വെച്ചിട്ടോ ഒക്കെ നമുക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നമുക്ക് ഒന്ന് ഡെപിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളൊരു ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ വരച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഹൈഡ്രജന് തൊട്ടടുത്തിട്ടുള്ള നോബിൾ ഗ്യാസ് ഏതാണ്? ഹീലിയമാണ്. അപ്പം ഹീലിയത്തിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം ഹൈഡ്രജന് തൊട്ടടുത്തുള്ള നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനിലേക്ക് മാറാൻ പറ്റുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ 2 ആക്കാനായിട്ടാണ്. അപ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് തമ്മിൽ ഈ പറയുന്ന ഓരോ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ട് അവരവരുടെ തൊട്ടടുത്തുള്ള നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാണ്. അപ്പം ഇവർ തമ്മിൽ ഷെയർ ചെയ്തേക്കുന്നത് ജസ്റ്റ് 1 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ട് ഉണ്ടാകുന്ന അപ്പം അതിന് നമ്മൾ സിംഗിൾ ബോണ്ട് എന്ന് പറയും. അപ്പം ഇങ്ങനത്തെ സിംഗിൾ ബോണ്ടഡ് കോവാലന്റ് ബോണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ ആറ്റംസിൽ കാണാം. അപ്പോൾ ഒരു ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിനോട്ട് ചെയ്യുന്നത് ഒരു സിംഗിൾ ബോണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ സിംഗിൾ ബോണ്ടിനെ ജസ്റ്റ് ഒരു ലൈൻ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പം ഹൈഡ്രജൻ മോളിക്യൂൾ നോക്കുകയാണെങ്കിൽ അവിടെ സിംഗിൾ കോവാലന്റ് ബോണ്ടാണ്, അതായത് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അവർ തമ്മിൽ ഷെയർ ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ അടുത്ത എക്സാമ്പിൾ നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഓക്സിജൻ ആറ്റമാണ്. ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയിരിക്കും? 2, 6. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അതായത് എൽ ഷെല്ലിൽ 2 ഇലക്ട്രോൺസും കൂടെ വേണം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ഓക്സിജൻ ആറ്റംസ് തമ്മിൽ അവർക്ക് 2 പേർക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഓക്സിജൻ ആറ്റത്തിലെ 2 ഇലക്ട്രോൺസും ഈ ഒരു ഓക്സിജൻ ആറ്റത്തിലെ 2 ഇലക്ട്രോൺസും തമ്മിൽ ഇവർ ഷെയർ ചെയ്യണം. അപ്പം ഈ ഷെയർ ചെയ്ത രണ്ടും കൂടെ വരുമ്പോഴത്തേക്കും 6 + 2 8 ആവത്തില്ലേ? അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഓക്സിജൻ ആറ്റത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ടാണ് ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ കാണുമ്പോൾ മനസ്സിലാവും ഡബിൾ ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിട്ടുണ്ടാകുന്ന ബോണ്ട്സിനെ നമ്മൾ ഡബിൾ കോവാലന്റ് ബോണ്ട് എന്ന് വിളിക്കും. അപ്പം ഹൈഡ്രജനകത്ത് സിംഗിൾ കോവാലന്റ് ബോണ്ട് ആയിരുന്നു, അതായത് ഓൺലി 1 ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്സിജൻ ആണെങ്കിൽ ഡബിൾ കോവാലന്റ് ബോണ്ടാണ്, കാരണം അവിടെ 2 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ കാണുന്നത് നൈട്രജനാണ്. നൈട്രജൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 7 ആണ്, 2, 5. അപ്പോൾ 2 നൈട്രജൻ ആറ്റംസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് 8 ആക്കണമെന്നുണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസും കൂടെ വേണം? ഒരൊറ്റ ആറ്റത്തിൻ്റെ നോക്കുകയാണെങ്കിൽ അതിന് 3 ഇലക്ട്രോൺസും കൂടെ വേണം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 നൈട്രജൻ ആറ്റംസ് തമ്മിൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ നൈട്രജൻ ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു 3 ഇലക്ട്രോൺസിനെ ഇപ്പുറത്തെ ആറ്റത്തിലേക്ക് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നൈട്രജൻ ആറ്റത്തിലെ 3 ഇലക്ട്രോൺസും ഇവർ തമ്മിൽ ഷെയർ ചെയ്യണം. അപ്പം ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നൈട്രജൻ്റെ കേസ് നോക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 ഷെയർഡ് പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് വേണം. അപ്പോൾ ഇവിടെ ഫോം ചെയ്യാൻ പോകുന്ന കോവാലന്റ് ബോണ്ട് എത്രയായിരിക്കും? സിംഗിൾ ബോണ്ട് അല്ല, ഡബിൾ ബോണ്ട് അല്ല, അത് ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. എന്തിന്? ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.
അപ്പോൾ നമ്മൾ നൈട്രജൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട്, 3 ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 3 ലൈൻ വെച്ചിട്ടാണ് നമ്മളുടെ ട്രിപ്പിൾ ബോണ്ടിനെ ഡിനോട്ട് ചെയ്യുക. ഇതുപോലെ 2 ആറ്റംസ് തമ്മിൽ ഇലക്ട്രോൺ പെയേഴ്സിനെ ഷെയർ ചെയ്ത് ഉണ്ടാകുന്ന ബോൺസിനെയാണ് നമ്മൾ കോവലന്റ് ബോൺസ് എന്ന് പറയാം. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ കണ്ട എക്സാമ്പിൾസ് ഒക്കെ സെയിം എലമെൻറ്റ്സ് തമ്മിലായിരുന്നു ഇങ്ങനെ ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്തത് അല്ലേ? അപ്പം ഇനി നമുക്ക് ഒരു എലമെൻറ്റ് വേറെ തരത്തിലുള്ള ഒരു എലമെൻറ്റുമായിട്ട് ഇതുപോലെ ഇലക്ട്രോൺ പെയേഴ്സിനെ ഷെയർ ചെയ്തിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കിയാലോ? ഈ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിലെയും ബയോഗ്യാസിലെയും ഒക്കെ മേജർ കമ്പോണൻ്റ് ആയിട്ടുള്ള മീഥെയ്ൻ, CH4. അപ്പോൾ നമുക്ക് നോക്കാം. CH4ൻ്റെ ആ ഒരു കറക്റ്റ് കെമിക്കൽ ഫോർമുല എന്താണ്? CH4. അപ്പോൾ നമുക്കറിയാം കാർബണിൻ്റെ വാലൻസി എത്രയാണ്? 4 ആണ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ്റെ വാലൻസി ആണെങ്കിലോ 1 ആണ്. അപ്പം നമുക്ക് അറിയാം കാർബൺ ആറ്റം അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം കാർബണിന് ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കാർബണിന് അത് എത്ര ആവണം? 8 ആവണം. അപ്പോൾ നമുക്ക് കാർബണിൻ്റെ കൂടെ ബോണ്ട് ചെയ്യാനായിട്ടുള്ളത് ഹൈഡ്രജനാണ്. അപ്പോൾ ഹൈഡ്രജന് ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടാനായിട്ട് 2 ആകാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പം ഹൈഡ്രജന് കൊടുക്കാനുള്ളത് വെറും 1 ഇലക്ട്രോൺ ആണ്. അപ്പം ഒരു കാർബൺ ആറ്റത്തിന് കംപ്ലീറ്റ്ലി ഫിൽഡ് ആവണമെങ്കിൽ എത്ര നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് വേണം? 4 എണ്ണം വേണം. കാരണം ഓരോ ഹൈഡ്രജൻ ആറ്റത്തിനും ഓരോരുത്തരല്ലേ കൊടുക്കാനുള്ളത്. അപ്പം ഹൈഡ്രജൻ ആറ്റത്തിന് 1 എണ്ണം കൊടുത്ത് 1 എണ്ണം വാങ്ങിച്ച് ഹൈഡ്രജൻ 2 ആവും. കാർബണിന് ഇങ്ങനെ 4 ഹൈഡ്രജൻ ആറ്റംസിൻ്റെ അടുത്ത് ഈ ഗീവ് ആൻഡ് ടേക്ക് ഷെയറിങ് വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? കാർബണിന് അതിൻ്റെ ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മീഥെയിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാർബൺ ആറ്റം അതിൻ്റെ ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഹൈഡ്രജൻ ആറ്റം ആണെങ്കിലും അതിൻ്റെ തൊട്ടടുത്തിട്ടുള്ള നോബിൾ ഗ്യാസ് ആയിട്ടുള്ള ഹീലിയത്തിൻ്റെ കോൺഫിഗറേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഔട്ടർ ഷെല്ലിൽ 2 എണ്ണം വെച്ച് ഫില്ലായിട്ടുണ്ട്. അപ്പം മീഥെയിൻ്റെ കാര്യം മനസ്സിലായോ? അപ്പം ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള എലമെൻറ്റ്സ് തമ്മിൽ കോവാലന്റ് ബോൺസ് വെച്ചിട്ടുണ്ടാകുന്ന അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ കോവാലന്റ് കോമ്പൗണ്ട്സ് എന്ന് പറയാം. അപ്പം ഇങ്ങനെയുള്ള ഈ കോവാലന്റ് ബോൺസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോളിക്യൂളിൽ ആറ്റംസ് തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിരിക്കും. പക്ഷേ ഇന്റർ മോളിക്കുലാർ ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് അത്ര സ്ട്രോങ് ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന കോവലന്റ് കോമ്പൗണ്ട്സിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ്സും ബോയിലിംഗ് പോയിൻറ്റ്സും ഒക്കെ നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ലോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മളിവിടെ കോവലന്റ് ബോൺസിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ലേ, ഇവർ തമ്മിൽ അതായത് ഓരോ എലമെൻറ്റ്സ് തമ്മിൽ ഈ ആറ്റംസിനെ അവർ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അല്ലാതെ ഒരു ഇലക്ട്രോൺസിനെ ഇവിടെ നിന്ന് വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജ് ആവുക, ഇലക്ട്രോൺസിനെ വാങ്ങിച്ച് നെഗറ്റീവ് ചാർജ് ആവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ദേ ആർ ജസ്റ്റ് ഷെയറിങ് ദ ഇലക്ട്രോൺസ് എമംഗ് ദം. അപ്പം ഇങ്ങനെ ചാർജ് പാർട്ടിക്കിൾസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് യൂഷ്വലി കോവലന്റ് കോമ്പൗണ്ട്സ് പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കോവലന്റ് ബോണ്ട് എന്താണ്, കോവലന്റ് കോമ്പൗണ്ട്സ് എന്താണ് എന്നൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഇത് നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് 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 സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുകയും ചെയ്യണം. വീണ്ടും അടുത്ത സെഷനിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാപ്പി ലേണിംഗ്.